ഈ മുലക്കണ്ണുകൾ ഉണ്ട്. തെങ്ങി എത്തുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പശയുള്ള മണ്ണുണ്ട്. അത് തേച്ച് പിടിപ്പിച്ച് അത് അടഞ്ഞു പോകുന്നതാണ്. വായുസഞ്ചാരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ സൂത്രതടസ്സങ്ങൾ, പുഴകൾ, വഴികൾ, ക്ഷേത്രങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യവും നോക്കിയിട്ടാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. പക്ഷേ വാസ്തുശാസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ് തച്ചുശാസ്ത്രം. അപ്പോൾ നമ്മൾ പല വീടുകളും പണിത ശേഷം വീട് കണ്ടം തിരിക്കാറുണ്ട്. അതായത് അറിവെന്ന് പറഞ്ഞ അഗ്നിയാണ്. അപ്പം കിഴക്കോട്ടിരുന്ന് പഠിക്കണം. അപ്പോൾ നമ്മൾ വീട് ശ്വാസം മുട്ടുന്നതിനെ പറ്റി നമ്മൾ സംസാരിച്ചു. ഇപ്പം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് 2 സൂത്രങ്ങളാണ്. ഒന്ന് ബ്രഹ്മസൂത്രവും 2 യമസൂത്രവും, അല്ലേ? അതെ. ഈ സൂത്ര തടസ്സം എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് മനുഷ്യന് നവദ്വാരങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം ആവശ്യങ്ങളാണ്. ഏതെങ്കിലും ഒന്ന് അടഞ്ഞു പോയി കഴിഞ്ഞാൽ അവന്റെ കാര്യം പോകാം. ഈ പണ്ടൊക്കെ ഈ മുലക്കണ്ണുകൾ ഉണ്ട്. അപ്പൊ അത് അവിടെ ഈ പഴയ കാലത്ത് ആൾക്കാർ ചതി ചെയ്യുമായിരുന്നു. ഒരുപക്ഷെ പറഞ്ഞ ആൾക്കാർ മിസ്യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഈ തെങ്ങി എത്തുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പശയുള്ള മണ്ണുണ്ട്. അത് തേച്ച് പിടിപ്പിച്ച് അത് അടഞ്ഞു പോകുന്ന പറയുന്നത്. അത് അടഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാർ വലിയ നാൾ ജീവിച്ചിരിക്കത്തില്ല എന്ന് പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ ഒരു വീടിനാണെങ്കിലും ഇന്ന ഭാഗങ്ങളിൽ നിന്ന് വായുസഞ്ചാരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ സൂത്രതടസ്സങ്ങൾ ഇടും. അത് വളരെ പ്രാധാന്യമുണ്ട്. അത് നമുക്ക് ചിലപ്പോൾ ഒരു വാതിലായിട്ടായിരിക്കാം. ചിലപ്പോൾ ഇനി വാതിൽ ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട് നമ്മൾ വാതിലൊക്കെ അടഞ്ഞു കിടക്കുന്ന സമയത്താണേലും ആ പരിപൂർണമായ എനർജി കുറെയെങ്കിലും വരാൻ വേണ്ടിയിട്ട് ഈ സൂത്രതടസ്സങ്ങൾ നമ്മൾ കിഴക്ക് വശത്ത് പടിഞ്ഞാറോട്ടും വടക്കുന്ന തെക്കോട്ടും ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ അങ്ങനെ അടയാത്ത തുറന്നിരിക്കുന്ന കിളിവാതിലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളത് ഒഴിവാക്കാറുമുണ്ട്. പിന്നെ ഈ സ്ഥലത്തിന്റെ ചെരിവ്, ഇപ്പം നമ്മൾ കിഴക്ക് വശത്തേക്ക് താന്നിരിക്കുന്ന ഒരു സ്ഥലം, പടിഞ്ഞാറ് വശം സമിതമായി പൊങ്ങിയിരിക്കുന്ന സ്ഥലം, അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പം ഇതിന് പ്രസക്തി കുറയും. അപ്പൊ ആ സ്ഥലത്തിന്റെ പല ഘടകങ്ങൾ കൊണ്ട് നമ്മൾ വേണമെന്ന് പറയാറുണ്ട്. അപ്പം ഏതായാലും ഈ സൂത്ര തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഈ ബ്രഹ്മസൂത്രത്തിനൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. വാസ്തുശാസ്ത്രത്തിന് പ്രാധാന്യമുണ്ട്. തെക്ക് കിഴക്കേ മൂലയ്ക്ക് അടുക്കള വന്നാലും തെക്ക് കിഴക്കെന്ന് പറഞ്ഞ അഗ്നികോണാണ്. അത് അടുക്കളയുടെ സ്ഥാനമാണ്. സാധാരണ പറയുന്നത് ഈ ട്രഡീഷണൽ കിച്ചൺ, നമ്മുടെ പഴയ 4 കെട്ടും 8 കെട്ടും പഴയ ഗോവിന്ദൻകുട്ടിയുടെ വീട്ടിൽ വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്ക് വടക്ക് കിഴക്കേ ഭാഗത്താണ് അടുക്കള. അത് ഈ പഴയ വെജുകാര് ഉപയോഗിക്കുന്നത്. അന്ന് വെജായിരുന്നു കൂടുതൽ. പിന്നെ നോൺ വെജ് വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് അഗ്നികോണിലേക്ക്. കാരണം ഈ വടക്ക് കിഴക്കേ ഭാഗം എന്ന് പറഞ്ഞാൽ ഈശാന്റെ രാശി എന്ന് പറഞ്ഞാൽ അത് മീനൻ രാശി, അത് ജൂപ്പിറ്റർ അഥവാ വ്യാഴത്തിന്റെ രാശി. അപ്പം അതൊരു ബ്രാഹ്മണ രാശിയായിട്ട് നമ്മൾ പറയും. കുറെ കൂടെയൊക്കെ ഒരു ദൈവികതയുള്ള ഒരു രാശിയായിട്ട് പറയും. അവിടെ നമ്മൾ നോൺ വെജ് പാചകം ചെയ്യാൻ ആൾക്കാരൊന്നും മടിക്കും. അപ്പം അങ്ങനെ അഥവാ ഉണ്ടെങ്കിൽ അതിന് ഔട്ട്സൈഡിലെ വീടിന് പുറത്ത് ഒരു സെപ്പറേറ്റ് അടുക്കളയൊക്കെ ഉണ്ടാക്കുന്ന പതിവുണ്ടായിരുന്നു. പക്ഷെ അഗ്നികോണിലാണെങ്കിൽ അത് പറയുന്നില്ല. അത് ബുധന്റെ രാശി, മിഥുനൻ രാശി, അവിടെ മത്സ്യമാംസാദികളൊക്കെ ആകാം. അതുകൊണ്ട് നോൺ വെജ് ആണെങ്കിൽ നമ്മൾ പറയും നിങ്ങൾ അഗ്നികോണിലേക്ക് ചെയ്തോളാൻ പറയും. അങ്ങനെ അത് അഗ്നികോണി ചെയ്യും. വടക്ക് കിഴക്കും ചെയ്യും, വടക്ക് പടിഞ്ഞാറും ചെയ്യും. അത് നമ്മൾ ഐലൻഡ് പോലെ തള്ളിയെടുത്ത് ചെയ്യും. വടക്കോട്ട് തള്ളി നടത്തിയിട്ട് അവിടെ നമ്മൾ അടുക്കള വെച്ചോളാൻ പറയും. അപ്പോൾ 3 സൈഡ് ഓപ്പൺ ആയി കഴിയുമ്പോൾ വീട്ടിലേക്ക് അല്പം പോലും ഈ സ്മെല്ലോ അല്ലെങ്കിൽ പുകയോ ഒന്നും വരികയില്ല. പ്ലാനിങ് ഒക്കെ നോക്കുന്ന സമയത്ത്, പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ, പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് വാസ്തുവൊക്കെ നോക്കി പണിത പല വീടുകളിലും പിന്നീട് വന്ന് ഒരു വാസ്തു വിദഗ്ധൻ വന്ന് നോക്കുമ്പോൾ ചുറ്റളവ് മാറിപ്പോയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കുറച്ചും കൂടി എക്സ്റ്റൻഷൻ ചെയ്യണം, അങ്ങനെയുള്ള കേസുകളൊക്കെ അവര് പറയുന്നത് മരണച്ചുറ്റ എന്നൊക്കെ പറയും. അതെ അതെ. അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങളില്ല. കാരണം ഇപ്പം മനുഷ്യർക്ക് ഇപ്പം പല വെയിറ്റും പല കൈയിന് ഭാഗത്താണല്ലോ, കൈക്ക് പല ഓരോരുത്തർ ഓരോ ഇതല്ലേ എന്ന് പറഞ്ഞ പോലെ സംഗതിയുള്ളൂ. വാസ്തവത്തിൽ നമ്മൾ ആ സ്ഥാനങ്ങളൊക്കെ ഇന്ന ഭാഗത്തായിരിക്കുക എന്നുള്ളതാണ്. പഴയ കാലത്ത് ചുറ്റളവിന്റെ കണക്ക് പറയുന്നത് ഈ വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു വളരെ വിശാലമായ സംഗതി. അതായത് ഇപ്പൊ ആ വീട് പണിയുന്ന സ്ഥലത്തിന്റെ, ഞാൻ പറഞ്ഞ അവിടെ പ്രദേശ പുഴകൾ, വഴികൾ, ക്ഷേത്രങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യവും നോക്കിയിട്ടാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. പക്ഷേ വാസ്തുശാസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ് തച്ചുശാസ്ത്രം. അപ്പോൾ ഈ പഴയ കാലത്ത് നമ്മൾ തച്ചന്മാരെന്ന് വിളിക്കുന്ന നമ്മുടെ ആശാരിമാരെയാണ്. അതിൻ്റെ അകത്ത് 2 സൈസ് ആശാരിമാരുണ്ട്. കല്ലാശാരി, മരയാശാരി എന്നൊക്കെ മധ്യ കേരളത്തിൽ പറയും. അത് മരം പണിയുന്ന ആൾക്കാർ, അതുപോലെ കല്ലുകൊണ്ട്, ഈ 2 സംഗതികൾ കൊണ്ടാണ് കേരളത്തിൽ സാധാരണ വീട് പണിതുകൊണ്ടിരുന്നത്. അതായത് മരവും കല്ലും ഉപയോഗിച്ചാണ് കൂടുതൽ. 100 വർഷം മുമ്പത്തെ വീടുകളൊക്കെ പഴയത് നോക്കി അതിന്റെ മേളുവശത്ത് ഓലയാണ് മേയുന്നത്. അതിനുശേഷമാണ് ഓട് വെക്കുന്നത്. പിന്നെ അങ്ങനെ പല പല സംഗതികൾ വന്ന് പിന്നെ കോൺക്രീറ്റ് ബംഗ്ലാവുകളായി അങ്ങനെയൊക്കെ അങ്ങ് മാറിപ്പോയത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തച്ചുശാസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ് ഈ ചുറ്റളവിന്റെ കണക്കും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ. അത് വാസ്തുശാസ്ത്രത്തിൽ ഇല്ലെന്നല്ല, എങ്കിൽ പോലും അത് തച്ചുശാസ്ത്രത്തെ ആചാര്യമാർ, ഇത് പണിയുന്ന ആൾക്കാർക്ക് ഒരു ഉത്തരം കറക്റ്റായിട്ട് അത് കൂറണമെങ്കിൽ നല്ല വ്യക്തമായ കണക്കുകൾ ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യത്തിനാണ് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഈ ചുറ്റളവിൻ്റെ കണക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ശരിക്കും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ കാലത്ത് അതിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ ഇത്ര ചുറ്റളവ് പണിയണമെന്ന് പറഞ്ഞാൽ ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് ആണെങ്കിൽ അത് തേപ്പും തേപ്പുകാനൊക്കെ വന്നു കഴിയുമ്പോഴേക്കും എങ്ങനെയാണല്ലോ അതിൻ്റെ ഇഞ്ചുകളൊക്കെ വ്യത്യാസപ്പെടും. എന്നിട്ട് നമ്മൾ വീട് അങ്ങനെ കണക്കിന് വ്യത്യാസം വന്നാൽ പോലും വീട് കണ്ടം തിരിക്കുക എന്നൊരു പരിപാടിയുണ്ട്. അതായത് വീടിന് ചുറ്റും മതിലുണ്ടാക്കുക. ഇനി വലിയ മതിലല്ല, കരിങ്കല്ലിട്ട് കണ്ടം തിരിക്കും. കാരണം കരിങ്കല്ലിൻ്റെ പ്രത്യേകത അത് പഞ്ചഭൂതങ്ങളെ ലയിപ്പിക്കും. അതായത് അത് കമ്പനും ചെയ്യും, കുതിരും ചൂടാവും. അപ്പോൾ ആ കരിങ്കല്ലിട്ട് നമ്മൾ വീടിന് ചുറ്റിനും കണ്ടം തിരിക്കും. അത് വടക്കും കിഴക്കും കൂടുതൽ സ്ഥലം, വടക്ക് വശത്തേക്കാളും കുറവായിരിക്കണം തെക്ക്, അല്ലെങ്കിൽ കിഴക്കേക്കാളും കുറവായിരിക്കണം പടിഞ്ഞാറ്. അങ്ങനെ കണക്കിട്ട് വീടിൻ്റെ ഏതാണ്ട് ചുറ്റളവ് എടുത്ത് നമ്മൾ കണ്ടം തിരിച്ച് ഒരു ലക്ഷ്മണരേഖ പോലെ സുരക്ഷിത വലയത്തിലാക്കുന്ന ഒരു കണക്കിനെ കുറിച്ച് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പല വീടുകളും പണിത ശേഷം വീട് കണ്ടം തിരിക്കാറുണ്ട്. കല്ലുപാകി. ഞാനൊരു കാര്യം ചോദിച്ചാൽ, ഒരു വീട് വെക്കുമ്പോൾ ഒരിക്കലും പാടില്ലാത്ത തെറ്റെന്താണ്?
പാടില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ദേവാലയങ്ങളുടെ എതിർവശത്തും അതുപോലെ അതിൻ്റെ കോടി കുത്തിയൊന്നും ഒരിക്കലും വീട് വെക്കാൻ പാടില്ല. അതിപ്പോൾ നമുക്ക് അനുഭവത്തിൽ അത് ആ വീട്ടുകാർക്ക് അതുപോലെ പ്രശ്നങ്ങളുണ്ട്. പണ്ടൊക്കെ അമ്പലവാസികളുണ്ട്. അവർ അമ്പലങ്ങളുടെ സമീപത്ത് അമ്പലത്തിലെ ജോലിക്ക് നമ്മൾ പറയില്ല പൂ ഓർക്കുന്നവർ അല്ലെങ്കിൽ അവിടുത്തെ ശാന്തിക്കര, അതൊക്കെ അമ്പലവാസികളുടേതായ ചിട്ടയോടുകൂടി ജീവിച്ച് ആ അമ്പലത്തിന് ദോഷം വരാത്ത കണക്കുകൾ ഒപ്പിച്ച് വീടുകൾ വെക്കുമായിരുന്നു. എങ്കിലും നമ്മളിങ്ങനെ ആരാധനാലയങ്ങളുടെ സമീപത്ത് വീട് വെക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. വീടുകളുടെ ഒത്ത മധ്യത്തിൽ ബ്രഹ്മസ്ഥാനം എന്ന് പറയും, അവിടെ സ്റ്റെയർ കേസ്, അതുപോലെ തന്നെ നടുമുറ്റം പോലുള്ള കുഴികളൊന്നും വരാൻ പാടില്ല. പണ്ടത്തെ നാലുകെട്ടുകളുടെ നടുമുറ്റം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ശയനാലയങ്ങൾ വലുതാണ്, തെക്കിനും പടിഞ്ഞാറ്റിനും വലുതാണ്. അപ്പോൾ ഒത്ത മധ്യത്തിലല്ല ഈ നടുമുറ്റം വരുന്നത്. അപ്പോൾ അത് വേറൊരു സംവിധാനമാണ്. അതായത് ഏതാണ്ട് അല്പം കൂടെ വടക്ക് കിഴക്കോട്ട് മാറിയാണ് പലപ്പോഴും നടുമുറ്റം വരുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ അത് മനസ്സിലാവും. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒത്ത മധ്യം ബ്രഹ്മസ്ഥാനം, അത് അവിടെ നിർമ്മിതികളോ കുഴികളോ ഒന്നും പാടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പൂജാമുറി എന്നൊക്കെ വെക്കുന്ന സ്റ്റെയർ കേസിൻ്റെ കീഴെ ടോയ്ലറ്റിനോട് അനുബന്ധിച്ച് പൂജാമുറിയുടെ സാധനം എന്ന് പറഞ്ഞാൽ സ്ത്രീ ദൈവങ്ങൾക്കും ഗണപതിയാണ് കന്നിമൂലയിലും, പുരുഷ ദൈവങ്ങൾക്കാണ് ഈശാന ഭാഗത്തും, ഒത്ത മധ്യഭാഗത്ത് വിളക്കുമൊക്കെ കത്തിക്കാം. അങ്ങനെയുണ്ട്. അതല്ലാതെ മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും വെറുതെ ഈ മകരൻ രാശിയിലും കർക്കിടകൻ രാശിയിലും ഒന്നും കൊണ്ട് പൂജാമുറി വെക്കുക, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ പറയും കിഴക്കോട്ട് തെക്കോട്ട് തലവെച്ച് കിടക്കണം. അതായത് അറിവെന്ന് പറഞ്ഞ അഗ്നിയാണ്, അപ്പം കിഴക്കോട്ടിരുന്ന് പഠിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഒരു വീടിന് ജീവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് സന്തോഷത്തോടു കൂടി താമസിക്കാനും വിശ്രമിക്കാനും ഉറങ്ങാനും ഒക്കെ ആയിട്ട് വാസ്തുശാസ്ത്രപരമായിട്ടുള്ള പ്രകൃതിയുടെ വ്യവസ്ഥകൾ നോക്കി നിർമ്മിതി നടത്തുക എന്നുള്ളത് തലമുറകൾക്ക് നല്ലതായിട്ട് വേണം. ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ നിഷ്പക്ഷമായിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കന്നിമൂല വളരെ ശ്രദ്ധിക്കേണ്ട സ്ഥലമല്ലേ? കന്നിമൂല തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട, കാരണം അത് അത്ര പ്രാധാന്യമുള്ളൊരു സ്ഥാനമാണ്. ജലാംശം കുറയ്ക്കുക അല്ലേ? അവിടെ വൃത്തിയായിട്ടിരിക്കും, അല്പം ഉയർന്നിരിക്കുക. അതായത് എവിടെയാണ് ശരിക്കും കന്നിമൂല വരുന്നത്? സൗത്ത് വെസ്റ്റ് കോർണർ, അതായത് തെക്ക് പടിഞ്ഞാറ് മൂല.